അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞു. ഇപ്പൊ നേരത്തെ ഗോപകുമാർ സാർ പറഞ്ഞതുപോലെ ഇപ്പൊ NEP-യുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പൊ BTech MTech അടക്കമുള്ള എക്സാമുകൾ നമുക്ക് പ്രാദേശിക ഭാഷകളിൽ എഴുതാം. അപ്പോൾ അമിത്ഷാ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം കൊണ്ട് തന്നെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തമിഴിനകത്ത് ഒരു സിലബസ് തയ്യാറാക്കിക്കൊണ്ട് അതിനുള്ള ഏതെങ്കിലും പ്രവർത്തനം നിങ്ങൾ നടത്തിയിട്ടുണ്ടോ? നടത്തിയിട്ടില്ല. അപ്പൊ ഇവിടെ താല്പര്യം വംശീയപരമായിട്ടുള്ള ഈ പറയുന്ന വിഘടനവാദം വളർത്തുക എന്നുള്ളത് തന്നെയാണ്. കാരണം നമുക്കറിയാലോ ഇപ്പോ ഈ തമിഴ്നാടിന്റെ ഒരു പാരമ്പര്യം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കാശ്മീർ ടു കന്യാകുമാരി എന്ന് പറയുന്ന സമയത്ത് ഇപ്പോ നമുക്കറിയാം അമർനാഥിലെ ശിവന് അവിടെ അഭിഷേകം നടത്തുന്നത് കന്യാകുമാരി ദേവിയുടെ സമീപത്തുള്ള ഇളനീരാണ്. അതുപോലെ തന്നെ കന്യാകുമാരി ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കുങ്കുമം അത് അമർനാഥ് ക്ഷേത്രത്തിനോട് ചേർന്ന പ്രദേശങ്ങളിൽ കിട്ടുന്ന കുങ്കുമമാണ് നമുക്ക് ലഭിക്കുക. അപ്പൊ പരസ്പരം ഈ രണ്ട് പ്രദേശത്തിനപ്പുറത്തേക്ക് തമിഴ്നാട് ഈ ഭാരതത്തിന്റെ വിവിധ പ്രദേശങ്ങൾ തമ്മിൽ ഒരു സാംസ്കാരികമായിട്ടുള്ള വലിയ തരത്തിലുള്ള ബന്ധമുണ്ട്. ഇതിനെ പല രീതിയിൽ എല്ലാ കാലഘട്ടത്തിലും പെരിയോറിന്റെ കാലഘട്ടം മുതൽ ഇപ്പൊ ഏറ്റവും ഇളയ സനാതന ധർമ്മമില്ല എന്ന് പറഞ്ഞ സ്റ്റാലിന്റെ മകന്റെ സമയം വരെ അതിനൊരു പ്രത്യേകമായിട്ടുള്ള ഞങ്ങൾ സെപ്പറേറ്റ് ആണ്. കേരളം പറയുന്നത് പോലെ ഞങ്ങൾ തമിഴ് കൾച്ചർ അല്ലെങ്കിൽ ദ്രാവിഡീയ കൾച്ചർ ഞങ്ങൾ ഈ ഭാരതീയ സംസ്കാരത്തിനോടൊന്നും ചേർന്ന് നിൽക്കുന്നില്ല എന്നുള്ളൊരു വാദം ഇവർ ബോധപൂർവ്വം ഉയർത്തുന്നത്. അത് പെരിയോർ ടു ഇപ്പൊ സ്റ്റാലിന്റെ മകൻ വരെ അത് അതിനൊരു ആ രാഷ്ട്രീയത്തിനൊരു നിലനിൽപ്പുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതിനെ കൃത്യമായിട്ട് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ആ വാദത്തിന്റെ മുനയൊടിച്ചിട്ടുണ്ട്. ഇപ്പൊ നോക്കൂ, ഈ ചെങ്കോൽ ഇപ്പൊ നമ്മൾ ചെങ്കോൽ എന്ന് പറയുന്ന സംവിധാനം ഇന്ത്യൻ പാർലമെന്റിനകത്ത് കൊണ്ടുവന്ന് വെച്ച സമയത്തുണ്ടായിട്ടുള്ള ഒരു വലിയ തമിഴിന്റെ ഉള്ളിൽ ഒരു അഭിമാന ബോധവും ആ അഭിമാനബോധം പറ്റും. ആ ലോകത്തെ രാജ്യങ്ങൾക്ക് അപ്പുറത്ത് തന്നെ നമ്മളിപ്പോ ലൂയി ഫിലിപ്പ് രാജാക്കന്മാർ അല്ലെങ്കിൽ ആ കാലഘട്ടങ്ങളിൽ കേട്ടിട്ടുള്ളൂ. അതിനപ്പുറത്തിന്റെ ഒരു പാരമ്പര്യം, ഒരു ചെങ്കോൽ പാരമ്പര്യം ഉണ്ടായിരുന്നു. അത് പാർലമെന്റിനകത്ത് വെച്ചുകൊണ്ട് ഒരു തമിഴ് പാരമ്പര്യത്തെ ഉറപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ സമയം. നേരത്തെ സുനിൽ സാർ സൂചിപ്പിച്ച വാരണാസിയിലൊക്കെ നടന്ന തമിഴ് സംഗമം. അപ്പൊ തമിഴ് ഭാഷയെ അംഗീകരിച്ചുകൊണ്ട് ഈ തമിഴ് പാരമ്പര്യം ഈ രാഷ്ട്രത്തിന്റെ പാരമ്പര്യമാണ് എന്ന ഒരു സ്വത്വത്തിലേക്ക് കേന്ദ്ര സർക്കാർ ആ ഒരു ശ്രമം നടത്തിക്കൊണ്ട് തമിഴന്മാരെ ഉദ്ബോധിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു. നിങ്ങൾ പ്രാദേശികവാദം മാത്രം പറയേണ്ട ആളുകളല്ല. ഈ രാജ്യത്തിന്റെ ആകെ പാരമ്പര്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താക്കൾ നിങ്ങൾ തമിഴ് പാരമ്പര്യമുള്ള ആളുകളാണ് എന്നൊരു സന്ദേശം കൊടുക്കുന്നു. ഇത് സ്റ്റാലിനിടയിൽ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയത്തിൽ വലിയൊരു തിരിച്ചടിയായിട്ടുണ്ട്. അവിടെയാണ് ഏത് രീതിയിലാണ് ജനങ്ങളെ ഇത്തരത്തിലുള്ള വിഘടനവാദത്തിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുക. ഇപ്പൊ നേരത്തെ സുനിൽ സാർ പറഞ്ഞ പോലെ ഇന്ത്യയിൽ മാത്രമല്ല, നമ്മൾ ഗൾഫ് രാജ്യങ്ങളിൽ പോയാൽ അവിടെ അറബികളുടെ സംസാര ഭാഷ എന്ന് പറയുന്നത് ഹിന്ദിയാണ്. അവിടെ പോയ തമിഴൻ അവിടുത്തെ അറബികളോട് സംസാരിക്കുന്ന തമിഴ് ഭാഷയിലല്ല, ഹിന്ദിയിലാണ്. അപ്പൊ അതിന്റെ സാധ്യതകൾ വളരെ വലുതാണ്. നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ഏതെങ്കിലും തരത്തിനകത്ത് നമ്മളിപ്പോ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞ ദിവസം ഈ പാർലമെന്റ് നമ്മുടെ നിയമസഭ നടക്കുന്ന സമയത്ത് ജനഗണമന ചൊല്ലാൻ വേണ്ടി തയ്യാറാകാത്ത ഒരു മന്ത്രിസഭയാണ് സ്റ്റാലിന്റേത്. അവിടെ അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? വന്ദേ മാതരം ചൊല്ലുന്നില്ല, ജനഗണമന ചൊല്ലുന്നില്ല, ഭാരതത്തിന്റെ പ്രതിജ്ഞ ഞങ്ങൾക്ക് വേണ്ട, ഈ ചിഹ്നങ്ങളെ ഞങ്ങൾ അംഗീകരിക്കില്ല. അത് പറഞ്ഞ രാജ്യവിരുദ്ധതയാണ്. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കെതിരെയുള്ള ബോധപൂർവമായിട്ടുള്ള സ്റ്റാലിന്റെ ശ്രമമാണ്. അങ്ങനെ സ്റ്റാലിൻ പോവുകയാണ് ഉണ്ടായിട്ടുള്ള അതേ ഗതികേട് തന്നെയാണ് സ്റ്റാലിൻ ഉണ്ടാവുക. കാരണം സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റാലിന്റെ അനാരോഗ്യം വലിയൊരു പ്രശ്നമാണ്. അപ്പൊ അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ മകനെ ആ അങ്ങനെ ഒരു പേഴ്സൺ ആയിട്ട് ഒരു തമിഴ് സ്വത്വത്തിന്റെ വാദത്തിന്റെ ഒരു പേഴ്സൺ ആയിട്ട് വളർത്താനുള്ള ശ്രമം നടക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്റെ ഒരു അനുഭവമാണ്. ഞാൻ ഒരു 2 ആഴ്ച മുമ്പ് മൂകാംബിക പോയ സമയത്ത് ഈ സനാതന ധർമ്മം ഇല്ല എന്ന് പറയുന്ന സ്റ്റാലിന്റെ ഭാര്യ മൂകാംബിക ക്ഷേത്രത്തിൽ 7 ദിവസത്തെ വചനയ്ക്ക് വേണ്ടി വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ടുള്ളത്. അപ്പൊ ഇവരുടെ വാദത്തിലൊക്കെ വ്യക്തിപരമായി നോക്കുന്ന സമയത്ത് ഇവരുടെ ആദർശത്തിനോ ഒന്നും ഒരു താല്പര്യവുമില്ല. വ്യക്തിപരമായിട്ട് ഇവരുടെ കാര്യത്തിനകത്ത് ഇവരുടെ മക്കളെ ആയിക്കോട്ടെ, അത് ഇവരുടെ സനാതന ധർമ്മത്തിനെതിരെ പറയുന്ന കാര്യമായിക്കോട്ടെ, വ്യക്തിപരമായ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷെ തമിഴന്മാർക്കിടെ നേരം സുനിൽ സാറൊക്കെ പറഞ്ഞ പോലെ ഒരു 5000 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു ഭാഷയുടെ സ്വത്വബോധം അവന്റെ ഉള്ളിൽ ആഴത്തിലുണ്ട്. അതിനെ സനാതന ധർമ്മത്തിൽ നിന്ന് വേർതിരിക്കാനുള്ള ശ്രമമാണ്. പക്ഷെ സനാതന ധർമ്മവുമായി കണക്ട് ചെയ്ത് നിൽക്കുകയാണ് തമിഴ് പാരമ്പര്യം. അതിന് ഉണർത്തി കഴിഞ്ഞാൽ അവിടെ BJPയുടെ സാധ്യത വളരെ വലുതാണ്. ഇപ്പൊ മുരുകനെയോ സുബ്രഹ്മണ്യനെയോ വള്ളിദേവിയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു തമിഴ് പാരമ്പര്യം അവിടെ ഇല്ല. അത് മനസ്സിലാക്കണം. അവിടെ എത്തിക്സ്, അവിടെ ഒരു നിരീശ്വരവാദം പറഞ്ഞാലും മുരുകനെ മാറ്റി നിർത്താൻ പറ്റില്ല. അപ്പൊ സനാതന ധർമ്മത്തിന്റെ പല കണികകളും തമിഴിന്റെ ഉള്ളിലകത്തുണ്ട്. നമ്മളെക്കാൾ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമൂഹമാണ് തമിഴൻ. പക്ഷെ ഇവിടെ പ്രാദേശികമായ ഒരു ഭാഷയുടെ സിമ്പൽ കാണിച്ചുകൊണ്ട് കൃത്യമായിട്ട് ജനങ്ങൾക്കിടയിൽ ഒരു വംശീയപരമായിട്ടുള്ള വിവേചനം സൃഷ്ടിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതിനകത്ത് അത് തീവ്രമാകുന്ന സമയത്ത് അത് രാജ്യത്തെ അല്പത്തിനെതിരാവും. ഇത് തീവ്രമായതാണ് ശ്രീലങ്കയിൽ നമ്മൾ കണ്ടത്, ഇത് തീവ്രമായതാണ് നമ്മൾ മലേഷ്യയിൽ കണ്ടിട്ടുള്ളത്, ഇത് തന്നെയാണ് സിംഗപ്പൂരിൽ കണ്ടത്. അവിടെയൊക്കെയുള്ള ഈ തമിഴ് തീവ്രവാദ സംഘടനകൾ ഇത്തരത്തിലുള്ള വംശീയതയെ ആഴത്തിലേക്ക് പോയപ്പോൾ വലിയ രാജ്യവിരുദ്ധ വിഘടനവാദ തീവ്രവാദ സംഘങ്ങളായി മാറി. ഇവിടെ ആശയപരമായി ഭൗതികപരമായിട്ട് തീവ്രവാദ സംഘങ്ങളെ വളർത്തുന്ന ഒരാളുകളായിട്ട് സ്റ്റാലിൻ മാറുകയാണ്. പക്ഷെ കാലഘട്ടത്തിനനുസൃതമായിട്ട് തമിഴ്നാടിനും ഇതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കില്ല. സ്വാഭാവികമായിട്ട് രാജ്യത്തിന്റെ അഖണ്ഡത, ഐക്യം നമ്മള് ഗുജറാത്ത് മുതൽ കട്ടക്ക് വരെ ആയിക്കോട്ടെ, കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഏകതയെ സൂചിപ്പിക്കുന്ന കുറെ ചിഹ്നങ്ങളുണ്ട്.
ഇന്ത്യൻ ഭരണഘടന ഇംഗ്ലീഷിനോടൊപ്പം ചേർത്ത് നിർത്തിയ ഭാഷയാണ് ഹിന്ദി. സ്വാഭാവികമായിട്ട് ഒരു ഭാഷ ആർജിക്കുന്നത് കൊണ്ട് മറ്റൊരു ഭാഷയ്ക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല. പിന്നെ പ്രാദേശിക ഭാഷകൾ ചില സുനിൽ സാർ പറഞ്ഞ പോലെ ഈ സാമ്പത്തികപരമായിട്ട് വൈകാരികമായിട്ട് ചില അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തമിഴ്നാടിന്റെ ചെന്നൈ എന്ന് പറയുന്നത് സത്യം പറഞ്ഞ തെലുങ്ക് ആധിപത്യമുള്ള പ്രദേശമാണ്. തെലുങ്കന്മാരുടെ ഒരു ആധിപത്യമാണ് ഒരു 60% തെലുങ്ക്. പക്ഷെ അവരുടെ ഭാഷ അത് സ്വാഭാവികമായി തമിഴായി മാറി. ഇപ്പൊ നമ്മുടെ തിരുവനന്തപുരത്തോട് ചേർന്ന തമിഴ് ബ്രാഹ്മിൺസിന്റെ ഒരു 20% തമിഴ് ബ്രാഹ്മിൺസിന്റെ അധിനിവേശ കേന്ദ്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ മൈഗ്രേഷൻ അനുസരിച്ച് ഭാഷകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പലതരത്തിൽ. അപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ട് ഒരു ഭാഷാവാദത്തെ മുൻനിർത്തിക്കൊണ്ട് ജനങ്ങൾ അതിവൈകാരികമായിട്ട് പ്രതികരിക്കാനുള്ള സ്റ്റാലിന്റെ തന്ത്രങ്ങൾ കാലാനുസൃതമായി ജനങ്ങൾ തിരിച്ചറിയും, അതൊക്കെ പരാജയപ്പെടും. അതോടൊപ്പം തന്നെ പ്രബുദ്ധരായിട്ടുള്ള തമിഴ് ജനത സ്വാഭാവികമായിട്ട് അവിടെ ചേഞ്ച് നടന്നുകൊണ്ടിരിക്കുന്നത് അത് ആസൂത്രിതമായിട്ട് BJP ഒരു പൊളിറ്റിക്സ് ഉണ്ട്. കാരണം BJPക്ക് മുൻപുള്ള നേതാക്കന്മാരൊക്കെ ഒരു തമിഴ് സ്റ്റൈലിഷ് തമിഴ് സ്വഭാവമുള്ള നേതാക്കന്മാർ കുറവായിരുന്നു. പക്ഷെ അണ്ണാമല വന്നതിന് ശേഷം ഒരു യഥാർത്ഥ തമിഴ് സ്വഭാവമുള്ള ഒരു ലീഡർ BJPക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ള യാത്രകള്, അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകള്, ഈ ഭാഷാ സമരവുമായി ബന്ധപ്പെട്ട ഈ സ്റ്റാലിന്റെയും അദ്ദേഹത്തിന്റെ തൽപര കക്ഷികളുടെയും വാദങ്ങളെ ഏതൊക്കെ രീതിയിലാണ് അദ്ദേഹം അതിന് മുനയൊടിക്കുന്നത്, ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ BJPക്കും അണ്ണാമലയ്ക്കും അവിടെ ഒരു പൊതു സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. അതൊക്കെ BJPക്ക് അനുകൂലമായി മാറി. തമിഴിനോടുള്ള ഈ സ്റ്റാലിന്റെ വാദം ഒരു രാഷ്ട്രീയ വാദമാണെന്നുള്ള തിരിച്ചറിവ് തന്നെ ജനങ്ങൾക്ക് ഉണ്ടാവുന്നതിനെയാണ് ഞങ്ങളുടെ വിശ്വാസം.